ഒരു ദിവസം വെറും 3 മണിക്കൂർ മാത്രം പഠിച്ച് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചില ആളുകൾ അതിനെ എഗ്രി ചെയ്യും, ചില ആളുകൾ ഡിസഗ്രി ചെയ്യും. പലരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണല്ലോ. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും കമ്പനി ബോർഡ് LGS പോലെയുള്ള 7th ലെവൽ 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും 12th ലെവൽ ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ വരുത്താൻ പോകുന്നതും വരുത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചില അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. അത് മാറ്റേണ്ടത് എങ്ങനെയെന്നും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ടുള്ളതാണ് ഈ ഒരു സെഷൻ. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എൻ്റെ പേര് ജോബിൻ ബാബു. മക്കളെ, നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും അല്ലെ ഓരോ നിമിഷവും മാറി നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ നമ്മളുടെ തെറ്റായ ചില തീരുമാനങ്ങൾ നമ്മുടെ വലിയ അവസരങ്ങൾ എന്ത് ചെയ്തേക്കാം, നമുക്ക് നഷ്ടമാക്കി തന്നേക്കാം. നമ്മൾ പലപ്പോഴും തീരുമാനിക്കും 5 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് പഠിക്കണം, നാളെ 5 മണിക്കൂർ എഴുന്നേറ്റ് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, 5 മണിക്കൂർ പഠിച്ചു തീർക്കണമെന്ന് വിചാരിക്കും. നമ്മൾ എഴുന്നേക്കും, ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് നമ്മൾ വീണു പോകും. അതേപോലെ തന്നെ ഒരു ദിവസം വെറും 3 മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കി 15 മണിക്കൂർ 20 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും എന്ന് വിചാരിക്കുന്ന ആളുകൾ കാണും. അല്ലെങ്കിൽ ഒരു ടോപ്പിക് എടുത്തിട്ട് മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നവർ കാണും. ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനങ്ങളായി എടുക്കാറുണ്ട്. പലപ്പോഴും എന്നെ കേൾക്കുന്ന 100ൽ 99.99% ആളുകളും അത് പൂർത്തിയാക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിയല്ലേ? എതിരഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താം. ഇതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്താം. അത് കുട്ടികളുടെ അഭിപ്രായമാണ്. നമുക്ക് അങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന അബദ്ധങ്ങൾ ഉണ്ടാവാതെ 99.99% ആളുകൾക്കും തെറ്റിപ്പോകുന്നതും എന്നാൽ 0.1% ആളുകൾക്ക് വിജയിക്കാനായിട്ട് അവരെ സഹായിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ പഠനത്തിൽ എങ്ങനെയാണ് നമുക്ക് വരുത്താനായിട്ട് കഴിയുക എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. മക്കളെ, അതിനു വേണ്ടിയിട്ട് ഉള്ള 6 മൈക്രോ ഹാബിറ്റ്സ് ആണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. അതിലെ ഒന്നാമത്തെ മൈക്രോ ഹാബിറ്റ് ഇതാണ്: ക്വിക്ക് റിവിഷൻ ബിഫോർ സ്ലീപ്പ്. നിങ്ങൾ ഒരു ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് അന്ന് പഠിച്ച കാര്യങ്ങൾ വളരെ വേഗത്തിൽ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ അത് 15 മിനിറ്റോ 30 മിനിറ്റോ 40 മിനിറ്റോ എടുത്തിട്ടുള്ള വലിയ റിവിഷൻ അല്ല. വെറും 2 മിനിറ്റോ 3 മിനിറ്റോ മാത്രം വരുന്ന ഷോർട്ട് ആയിട്ടുള്ള റിവിഷൻ, ക്വിക്ക് റിവിഷൻ. അതിനെ 2 മിനിറ്റ് റൂൾ എന്നോ 3 മിനിറ്റ് റൂൾ എന്നോ ഒക്കെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒന്ന് വേഗത്തിൽ റിവൈസ് ചെയ്യാം. ഇത് മനഃപ്പാഠമാക്കി നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് എടുക്കുക എന്നുള്ളതല്ല, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ബുക്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളായിരിക്കാം. ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് വായിച്ചു പോവുക. ഇത് നിങ്ങളുടെ മെമ്മറിയെ കുറച്ചുകൂടി ഷാർപ്പാക്കാനും വേഗത്തിലുള്ള റിവിഷനിലൂടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ ഒന്ന് ഓടിച്ചിട്ട് മനസ്സിൽ കൊണ്ടുവരാനായിട്ടും അത് മനസ്സിൽ തങ്ങി നിൽക്കാനായിട്ടും ഒക്കെ എന്ത് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. പലപ്പോഴും നമ്മൾ റിവൈസ് ചെയ്യുന്നത് മണിക്കൂറുകൾ എടുത്ത് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മുഴുവനായിട്ട് വായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതായത് ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബുക്ക്, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു നോട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു നോട്ടിന്റെ ആദ്യം മുതൽ അവസാനം വരെ വളരെ വേഗത്തിൽ സ്പീഡ് ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ശ്രമിക്കാറുണ്ട്. അതായത് ഈ ഒരു മുഴുവൻ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ചെറിയ നോട്ടുകൾ, അല്ലെങ്കിൽ ചെറിയ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ലെക്ചർ നോട്ടുകളായിരിക്കാം. ആ നോട്ടുകൾ വളരെ വേഗത്തിൽ ക്വിക്ക് റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെമ്മറിയെ കൂടുതൽ ഷാർപ്പ് ആക്കാനായിട്ടും അത് മനസ്സിൽ കൊണ്ടുവരാനായിട്ടും തങ്ങി നിർത്താനായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രീ പ്ലാൻ യുവർ ഡെയിലി ടാസ്ക്. നിങ്ങൾ ഓരോ ദിവസവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്യുക. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റതിന് ശേഷം അന്ന് എന്താണ് ചെയ്യാൻ പോകുക എന്നുള്ളത് നമ്മൾ എഴുതി വെക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. പ്ലാൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇത് മറികടക്കാനായിട്ട് ഒരു ദിവസം നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ക്വിക്ക് റിവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ അടുത്ത ദിവസം എന്താണ് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് പ്രീ പ്ലാൻ ചെയ്യാം. ഇന്ന് ഞാൻ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു,
ഇന്നിനി എന്തെങ്കിലും കംപ്ലീറ്റ് ആവാനുണ്ടോ, അത് നാളെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ നാളെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇത്ര ഭാഗം ഞാൻ പഠിക്കുന്നുണ്ട്, മാത്സിൽ നമ്പർ സിസ്റ്റം ഞാൻ പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് ഞാൻ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സമയത്തും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് പ്രീ പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ കൃത്യമായിട്ടൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. ആ ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അവിടെ മറ്റെന്തെങ്കിലും പഠിക്കണമോ എന്നോ, അല്ലെങ്കിൽ അത് പഠിക്കണമെന്നോ, ഇത് പഠിക്കണമെന്നോ, ഇത് ഇമ്പോർട്ടന്റ് അല്ലെന്നോ ആണെന്നോ ഒന്നും എന്ത് ചെയ്തില്ല, നമുക്ക് ഫീൽ ചെയ്യില്ല. കൃത്യമായിട്ടൊരു പ്ലാൻ നമ്മുടെ മുൻപിൽ സ്ട്രക്ചേർഡ് ആയിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സമയം സേവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്ലാൻ കൃത്യമായിട്ട് പ്രീ പ്ലാൻ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ടാസ്കുകൾ പ്രീ പ്ലാൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സഹായിക്കും അല്ലെങ്കിൽ ഉപകരിക്കപ്പെടും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡിവൈഡ് ടോപ്പിക്സ് ആസ് മൈക്രോ ടോപ്പിക്സ്. അതായത് വലിയ ലോങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ മെന്റലിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറിയെ കുറച്ചുകൂടി ഡ്രെയിൻ ആക്കുകയും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ആക്കുകയും പിന്നീട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയിലേക്ക് ബ്രെയിനിനെ കൊണ്ടുപോവുകയും ചെയ്യും. പകരം നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ലോങ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഷോർട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു റാങ്ക് ഫയൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ റാങ്ക് ഫയലിൽ 1000 പേജോ 1200 പേജോ കാണും. ഇത്രയും വലിയ കട്ടിയുള്ള റാങ്ക് ഫയൽ ആയിരിക്കും. ഈ റാങ്ക് ഫയൽ കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി കോൺഫിഡൻസ് അങ്ങ് പോകും. കാരണം എനിക്ക് പഠിക്കാനായിട്ട് ഒരുപാടുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. then ആദ്യത്തെ കുറച്ച് പേജുകളാകുമ്പോൾ തന്നെ ഇനി ഇത്രയും പേജുകൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശങ്കയിൽ നമ്മൾ എന്ത് ചെയ്തില്ല, മുന്നോട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യില്ല. പകരം നിങ്ങൾ ആ റാങ്ക് ഫയലിനെ പല പല സബ്ജക്റ്റുകളാക്കി വിഭജിച്ചാലോ, ഒരു സബ്ജക്റ്റ് ഇത്ര മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുകയാണ്, എനിക്ക് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ, വളരെ വേഗത്തിൽ എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷനായിട്ട് എടുക്കുന്ന മെറ്റീരിയലിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കുക. ഒരു 10 പേജോ 20 പേജോ ഉള്ള ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പൊ എന്താണ് സംഭവിക്കാന്ന് ചോദിച്ചാൽ 20 പേജ് മാത്രം പഠിച്ചാൽ മതി. വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സ് പ്രിപ്പയർഡ് ആകുകയും ആ 20 പേജ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയം വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ എഫോർട്ട്ലെസ് ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള തെളിയിക്കപ്പെട്ടിട്ടുള്ള സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വലിയ ടോപ്പിക്കുകളെ മൈക്രോ ടോപ്പിക്കുകളായി ചെറിയ ചെറിയ ടോപ്പിക്കുകളായി തിരിക്കുന്നത് നിങ്ങളുടെ മെമ്മറി കൂടുതൽ ഷാർപ്പനാകാനും കൂടുതൽ ഉന്മേഷത്തോടുകൂടി പഠിക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ്. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു പ്രീ പ്ലാൻ എന്ന് പറയുന്ന സംഗതി. ഈ പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. അപ്പോൾ ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മുടെ ബാച്ചുകളിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന സംഗതി. കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ സ്റ്റഡി പ്ലാനിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വ്യക്തമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾക്ക് ബാച്ചുകൾ ആവശ്യമാണ് എങ്കിലും സൂപ്പർ നോട്ട്സിന്റെ കോഴ്സുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു വീക്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്നുള്ളതിന്റെ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ അവിടെ കാണും. ഓരോ ദിവസവും ഇന്ന ടോപ്പിക്കുകളാണ് എന്നുള്ളത് ഞായറാഴ്ച ആകുമ്പോൾ തന്നെ അറിയിക്കും. ഞായറാഴ്ച കിട്ടുന്ന സ്റ്റഡി പ്ലാൻ അനുസരിച്ചായിരിക്കും അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകൾ പോകാം. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും നമ്മൾ വേസ്റ്റ് ആക്കത്തില്ല. പ്യുവർ കണ്ടന്റ് ആയിരിക്കും നിങ്ങളെ കിട്ടുക. ആ എക്സാമിന്റെ അടിപൊളി നോട്ടുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നോട്ടുകൾ കൃത്യമായിട്ട് ഡെമോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇംഗ്ലീഷിലെ മലയാളത്തിലെ നോട്ടിന്റെ ഡെമോ, ഡിഗ്രി ലെവൽ നോട്ടുകളുടെ ഡെമോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ നോട്ട് നിങ്ങൾക്ക് പോയി കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ട് സ്ട്രക്ചേർഡായി ഇൻഡെക്സ് ഒക്കെ ഇട്ട് നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള നോട്ടുകളാണ്. നിങ്ങൾക്ക് ആ നോട്ടുകൾ പോയി പരിശോധിക്കാം. അതിനുശേഷം നോട്ടുകളുണ്ട്, ദെൻ ലൈവ് ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ലൈവായിട്ടാണ് കിട്ടുക. അവിടെയും നിങ്ങൾക്ക് എക്സാമിന് ബെനിഫിറ്റ്ഫുൾ ആകുന്ന സമയം ലാഭിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെയും കിട്ടും. ദെൻ അതേപോലെ എല്ലാ മൺഡേയ്സിലും ഒരു മെന്റർഷിപ്പ് സെഷൻ ഉണ്ടായിരിക്കും. അത് അമൽ സാറിന്റെയും ഞങ്ങൾ അധ്യാപകരുടെയും നേതൃത്വത്തിലുള്ള അടിപൊളി മെന്റർഷിപ്പ് സെഷനാണ്. നിങ്ങൾ വീണു പോകാതെ ഞങ്ങൾ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും. ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു സെഷനാണ് നമ്മുടെ ബാച്ചുകൾ നമ്മൾ കൊടുക്കുക. നമ്മുടെ ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂജ ഓഫർ ആയിട്ടുള്ള 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതൊരു കോഴ്സ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടോടുകൂടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വിദ്യ20 എന്ന് പറയുന്ന VIDYA വിദ്യ20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, 4ാമത്തെ കാര്യം മക്കളെ, ഇതാണ് പോമോഡോറോ ടെക്നിക്ക്. ഞാൻ ഓൾറെഡി ഈ ടെക്നിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. നിങ്ങളുടെ പഠന സമയത്തെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. ഷോർട്ട് ആയിട്ടുള്ള സമയങ്ങളാക്കി, മൈക്രോ സമയങ്ങളാക്കി മാറ്റുക.
ഒരു 25 മിനിറ്റ് ഫസ്റ്റ് ടൈം പഠിക്കുക, then ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, വീണ്ടും അടുത്ത 25 മിനിറ്റ് പഠിക്കുക, then അടുത്ത 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, അടുത്ത 25 മിനിറ്റ് പഠിക്കുക, വീണ്ടും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, അടുത്തൊരു 25 മിനിറ്റ് പഠിക്കുക, then ഒരു അരമണിക്കൂറിലേക്ക് ബ്രേക്ക് എടുക്കാം. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള റെസ്റ്റ് ബ്രെയിന് കിട്ടുകയും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനായിട്ട് ബ്രെയിൻ പ്രിപ്പയർ ആകുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ ഒരു ടെക്നിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതെന്നാണ്, അതുകൊണ്ട് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ്. then അതിനുശേഷം നമുക്ക് അഞ്ചാമത്തെ ടെക്നിക്ക് ഇതാണ്, ഡെയിലി റിവിഷൻ പ്ലാൻ. നിങ്ങൾ പലപ്പോഴും ചെയ്യാറുള്ളത് സൺഡേ സാറ്റർഡേ ഈ 2 ദിവസങ്ങളും നിങ്ങളുടെ പ്രിപ്പറേഷന്റെ റിവിഷൻ ഡേയ്സ് ആയിട്ട് മാറ്റാറുണ്ട് അല്ലെ. 5 ദിവസം പഠിക്കുന്നു, 6ഉം 7ഉം ദിവസങ്ങൾ നിങ്ങൾ പ്രിപ്പറേഷന്റെ റിവിഷൻ ഡേയ്സ് ആയിട്ട് മാറ്റാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ ശനി ഞായർ ദിവസങ്ങളിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്തില്ല, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? തീർച്ചയായിട്ടും ഭൂരിഭാഗം കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. അതുകൊണ്ട് നിങ്ങളുടെ റിവിഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി ആക്കുന്നത് വളരെ നന്നായിരിക്കും. അതായത് ഒരു ദിവസത്തെ നിങ്ങൾ ക്രമീകരിക്കുമ്പോൾ അതിലൊരു 1 മണിക്കൂറെങ്കിലും നിങ്ങൾ റിവിഷനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളായിട്ട് നിങ്ങൾ ടോട്ടൽ പഠിക്കേണ്ടി വരുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് ഡെയിലി കുറേശ്ശെയായിട്ട് പഠിച്ചു പോകാനും പറ്റും. അതേപോലെ തന്നെ എല്ലാ ദിവസവും റിവിഷൻ ഉള്ളത് കൊണ്ട് റിവിഷൻ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യത്തില്ല. ദെൻ എല്ലാ ദിവസവും റിവിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഡെയിലി റിവിഷൻ എന്ന് പറയാം. വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഡെയിലി റിവിഷൻ പ്ലാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എന്തൊക്കെയാണ് നിങ്ങൾ ഡെയിലി റിവിഷന്റെ ഭാഗമാക്കേണ്ടത് എന്നുള്ളത് നേരത്തെ ആ ഒരാഴ്ചയിൽ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, വിട്ടുപോകില്ല. റിവിഷൻ ചെയ്യാനായിട്ട് കൂടുതൽ സമയവും തോന്നും, എന്നാൽ റിവിഷൻ ഒരു ബോറായിട്ട് ഫീൽ ചെയ്യുകയുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. then അടുത്ത ലാസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത്, 6ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഡെയിലി ഷോർട്ട് എക്സാം പ്രാക്ടീസ് ആണ്. അതായത് നമ്മൾ പലപ്പോഴും ഒരു ലോങ് എക്സാമുകൾ 100 മാർക്കിന്റെ എക്സാമുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് നല്ലതാണ്, നല്ലതല്ല എന്നല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ 100 മാർക്കിന്റെ എക്സാമുകൾ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമുക്ക് നഷ്ടമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഷോർട്ട് എക്സാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം നിങ്ങൾ 20 മാർക്കിന്റെയോ അല്ലെങ്കിൽ 10 മാർക്കിന്റെയോ എക്സാമുകൾ ഡെയിലി ചെയ്തു പോയി കഴിഞ്ഞാൽ എക്സാമിനോട് നമുക്കൊരു ടച്ച് വരും. എക്സാം ചെയ്യുന്നത് ഒരു ബോറായിട്ട് ഫീൽ ചെയ്യുകയില്ല. അതിനുശേഷം ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു സാറ്റർഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു ഫുൾ ലെങ്ത് 100 മാർക്കിന്റെ ഒരു ഫുൾ ലെങ്ത് എക്സാമും അനാലിസിസും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം അവിടെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഡെയിലി സ്റ്റഡി ടൈമിൽ ഒരുപാട് നീളമുള്ള 100 മാർക്കിന്റെ എക്സാം ചെയ്യുന്നത് അത്ര നല്ലതല്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് ആയിട്ടുള്ള എക്സാമുകൾ ചെയ്യുക. 10 മാർക്കിന്റെയോ 20 മാർക്കിന്റെയോ എക്സാമുകൾ ചെയ്യുക. അത് നിങ്ങൾക്ക് ബോറാവില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു പോകാനായിട്ടും സഹായിക്കും. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിലെ എക്സാമുകളും അതേപോലെ തന്നെയാണ്. ഒരു ടോപ്പിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സാം ആപ്പിൽ കാണും. അതൊരു 10 മാർക്കിന്റെയോ 15 മാർക്കിന്റെ എക്സാം ആയിരിക്കും. വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ടൈം ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഡെയിലി ഷോർട്ട് എക്സാമുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതാണ് 6 പ്രധാനപ്പെട്ട മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുക. ഒരുപാട് ആളുകൾ തെളിയിച്ചിട്ടുള്ള, ചെയ്ത് നോക്കിയിട്ടുള്ള മൈക്രോ ഹാബിറ്റ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു മൈക്രോ ഹാബിറ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൈക്രോ ഹാബിറ്റ് ഏതാണ്, നിങ്ങളുടെ പഠനത്തെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന മൈക്രോ ഹാബിറ്റ് ഏതാണ് എന്നും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഇത് കൂടാതെ മറ്റു പല മൈക്രോ ഹാബിറ്റുകൾ അല്ലെങ്കിൽ മറ്റു പല ഹാബിറ്റുകളും ഉണ്ടാവും. ആ കാര്യവും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഉപകരിക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പൂജയെ പ്രമാണിച്ച്, നമ്മുടെ വിദ്യാരംഭം പ്രമാണിച്ച് സൂപ്പർ നോട്ട്സിലെ ബാച്ചുകൾക്ക് അല്ലെങ്കിൽ കോഴ്സുകൾക്ക് ഇപ്പോൾ 20% ഡിസ്കൗണ്ട് ഉണ്ട്. ഈ പൂജ ഹോളിഡേയ്സിൽ മാത്രമേ, അല്ലെങ്കിൽ പൂജയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കാം. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 250 സ്റ്റുഡൻസിനായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ഓഫർ കിട്ടുക. 20% ഡിസ്കൗണ്ട് ആണ്. അതായത് ഡിഗ്രി ലെവൽ ബാച്ച് നോക്കുകയാണെങ്കിൽ 4999 രൂപയുടെ ബാച്ചാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID പോലെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ഈ ബാച്ച് ഇപ്പോൾ 3999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്ന നമ്മുടെ ഫോഴ്സ് ലെവൽ ബാച്ചാണ്. നമ്മുടെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, CPO, WCPO ഒക്കെ വരുന്ന അവിടെയാണ്. 2499 രൂപയുടെ ബാച്ചാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറിൽ 20% ഡിസ്കൗണ്ടോടെ 1999 രൂപയ്ക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ട്രയാഡ് ബാച്ച് കമ്പനി ബോർഡ്, LGS, VFA, BEPCO, LD പോലെയുള്ള 10th ലെവൽ 7th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. 3350 രൂപയാണ് ഈ ഒരു ബാച്ചിന്റെ ഫീസ് എന്ന് പറയുക.
3350 രൂപയാണ്. എന്നാൽ 2680 രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രയൽ ബാച്ചിന്റെ ഭാഗമാകാനായിട്ട് പറ്റും. ദെൻ RRB ഗ്രൂപ്പ് ഡിയുടെ റിവിഷൻ പ്ലസ് ബാച്ച് നമുക്കറിയാം നവംബർ മാസം 17-ാം തീയതി പരീക്ഷ അടക്കുകയാണ്. ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. 1499 രൂപയുടെ ബാച്ചാണ്. 1199 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ ബാച്ചിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ NTPCയുടെ ലോങ് ടൈം ബാച്ച് 3350 രൂപയുടെ ബാച്ചാണ്. 2680 രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ലഭിക്കാം. ദെൻ ദേവസ്വം ബോർഡിന്റെ ബ്രഹ്മ ബാച്ച് 2499 രൂപയുടെ ബാച്ചാണ്. 1999 രൂപയ്ക്ക് ദേവസ്വം ബോർഡിന്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ദെൻ LDCയുടെ ഫൗണ്ടേഷൻ ബാച്ച് 2999 രൂപയുടെ ബാച്ചാണ്. ദെൻ 2399 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. LDC ഫൗണ്ടേഷൻ ബാച്ചിന് വെറും 2399 രൂപ മാത്രമേ ഉള്ളൂ. ദെൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ കാന്താരം ബാച്ച് 2499 രൂപയുടെ ബാച്ചാണ്. 1999 രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഗ്രൂപ്പ് ഡിയുടെ ലോങ് ടൈം ബാച്ച് 2999 രൂപയുടെ ബാച്ചാണ്. 2399 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ഡിയുടെ ലോങ് ടൈം ബാച്ചിലേക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. മക്കൾ, ഇതാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫീസ് എന്ന് പറയുക. ഈ ഫീസിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ അടിപൊളി ഫാക്കൽറ്റീസ് നമ്മുടെ അമൽ സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അമൽ സാറാണ് ജോഗ്രഫി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക, ഞാൻ എക്കണോമിക്സ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ദെൻ കാർത്തിക മിസ് നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന കാർത്തിക മിസ് ആണ്. ദെൻ അതേപോലെ തന്നെ സാവിയോ മിസ് ഇംഗ്ലീഷ് നല്ല അടിപൊളിയായിട്ട് സാവിയോ മിസ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ദെൻ അല്ലിജ സാറ് ഹിസ്റ്ററി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അല്ലിജ സാറാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. ദെൻ ശരവൺ സാറ് മാത്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ദെൻ നന്ദകിഷോർ സാറ് ഹിസ്റ്ററി. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ബാസി സാറ് കഴിഞ്ഞിട്ടില്ല. ഇനിയും മറ്റ് പല ഫാക്കൽറ്റീസും ഉണ്ട്. ഇപ്പം ഹിസ്റ്ററിക്കാണെങ്കിൽ നമ്മുടെ അലിജ സാറും നന്ദകിഷോർ സാറിനെ പോലെ തന്നെ മറ്റ് അധ്യാപകരുണ്ട്. മാത്സിനാണെങ്കിൽ അരൂപ് സാറ്, ബിജയ് സാറൊക്കെ നമ്മുടെ മാത്സ് പഠിപ്പിക്കുന്ന സാറുമാരാണ്. ദെൻ മലയാളം എടുക്കുന്നത് നമ്മുടെ ഷിബു സാറുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല അധ്യാപകരും എക്കണോമിക്സിന് പ്രവീൺ സാറുണ്ട്. അങ്ങനെ പല അധ്യാപകരും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് അധ്യാപകരും നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ അധ്യാപകരുണ്ട്. ഞാനൊരു ഡെമോ അധ്യാപകരെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഇവിടെ കിട്ടുക. ആരെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8281223366. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കളയാൻ സമയമില്ല. അടിപൊളിയായിട്ട് പഠിക്കാം. താങ്ക് യു.